പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോലീസ് കോൺസ്റ്റബിളിന് നോട്ടിഫിക്കേഷൻ വന്നതിൽ 57,362 അപേക്ഷകൾ അസാധുവായി. കാരണം എന്താണ്? കൺഫർമേഷൻ നൽകിയില്ല. 26,823 പുരുഷന്മാരും 30,539 വനിതകളും കൺഫർമേഷൻ നൽകിയില്ല. പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകാത്തതിനാൽ സിവിൽ പോലീസ് ഓഫീസറുടെ പുതിയ ബറ്റാലിയനുകളിലേക്കുള്ള 26,823 അപേക്ഷകളും വനിതാ ബറ്റാലിയനിലേക്കുള്ള 30,539 അപേക്ഷകളും PSC അസാധുവാക്കി. ജൂലൈ 26 നടത്തുന്ന പുരുഷ പോലീസ് പരീക്ഷ എഴുതാൻ 1,03,769 പേർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജൂലൈ 19 നടത്തുന്ന വനിതാ പോലീസ് പരീക്ഷ എഴുതുന്നത് 1,23,575 പേരാണ്. പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അതിൻ്റെ അച്ചടി പകർപ്പുകളും അംഗീകൃത തിരിച്ചറിയൽ കാർഡിൻ്റെ അസലുമാണ് കൃത്യസമയത്ത് പരീക്ഷാ ഹാളിൽ എത്തേണ്ടത്. ജൂലൈ 19 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ. ഇതിന് 1,54,114 അപേക്ഷകളാണ് ലഭിച്ചത്. 30,539 പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയില്ല. ജൂലൈ 26 പുരുഷ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സമയവും ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയാണ്. ഇതിന് 1,30,592 പേർ അപേക്ഷിച്ചിരുന്നു. അവരിൽ 1,03,769 പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകി. ഇവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ഉറപ്പ് നൽകാത്ത 26,823 പേരുടെ അപേക്ഷ PSC അസാധുവാക്കി. ഇവർക്ക് ഇനി ഇത്തവണ തെരഞ്ഞെടുപ്പ് നടപടികളിൽ പങ്കെടുക്കാനാകില്ല. വനിതകളുടെയും പുരുഷന്മാരുടെയും പരീക്ഷകൾ OMR രീതിയിലാണ്. 1.5 മണിക്കൂറിൽ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. വനിതകൾക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ 5 മുതലും പുരുഷന്മാരുടേത് ജൂലൈ 11 മുതലും പ്രൊഫൈലിൽ ലഭ്യമാകും. പരീക്ഷാ കലണ്ടറിനോടൊപ്പമുള്ള ലിങ്കിലൂടെ പാഠ്യപദ്ധതി മനസ്സിലാക്കി പരിശീലനം നടത്താം. പുരുഷ വനിതാ സിവിൽ പോലീസ് ഓഫീസർ വിജ്ഞാപനത്തിന് ഇത്തവണ അപേക്ഷകർ കുറവായിരുന്നു. 7 ബറ്റാലിയനിലേക്കുള്ള പുരുഷ സിവിൽ പോലീസ് ഓഫീസർക്ക് കഴിഞ്ഞ വിജ്ഞാപനത്തിൽ 1,69,051 അപേക്ഷകൾ ലഭിച്ചതാണ്. 38,459 അപേക്ഷകളുടെ കുറവാണ് ഇത്തവണ ഉണ്ടായത്. വനിതാ പോലീസിലേക്ക് കഴിഞ്ഞ തവണ 1,78,616 അപേക്ഷകൾ ലഭിച്ചിരുന്നു. 24,502 എണ്ണത്തിൻ്റെ കുറവാണ് ഇത്തവണ ഉണ്ടായത്. പുരുഷ പോലീസിനേക്കാൾ അപേക്ഷകർ ഇത്തവണയും വനിതാ പോലീസിലേക്കാണ്. പോലീസ് റാങ്ക് പട്ടികയിൽ 1 വർഷമാണ് കാലാവധി. ഒരു വിജ്ഞാപനത്തിൻ്റെ റാങ്ക് പട്ടിക നിലവിൽ വരും മുമ്പ് പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതാണ് യൂണിഫോം സേനകളിൽ PSCയുടെ രീതി. കഴിഞ്ഞ ഡിസംബർ 31 പുരുഷ വനിതാ സിവിൽ പോലീസിൻ്റെ പുതിയ വിജ്ഞാപനം വന്നത്. MSPയിലേക്കായിരുന്നു കൂടുതൽ അപേക്ഷ. 25,232 എണ്ണം കൂടുതൽ പേർ പരീക്ഷ എഴുതുന്നതും ഇവിടെയാണ്. ഇടുക്കി KAP 5ലേക്ക് ലഭിച്ച 13,499 എണ്ണമാണ് ഏറ്റവും കുറവ്. ഇവിടെയാണ് ഏറ്റവും കുറച്ച് പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയത്. അപ്പോൾ പരീക്ഷ എഴുതാനായിട്ട് കൺഫർമേഷൻ നൽകിയവർ പരീക്ഷയുടെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ പഠിക്കൽ ഊർജിതമാക്കിയിട്ട് റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ വരാനുള്ള ശ്രമം നടത്തണം. അപ്പോൾ ഈ ചാനലിൽ ഇതിൻ്റെ കോച്ചിങ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.